നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താണ് സാർ പ്രശ്നം? മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ടോ? ഉണ്ട് സാർ. വെറുതെ തീക്കൊള്ളി കൊണ്ട് ചൊറിയണ്ട. ആ കുട്ടി എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടെ. അയ്യോ, അത് പറ്റില്ലല്ലോ സാർ. എന്തുകൊണ്ട് പറ്റില്ല? ഗൗരവമുള്ള കേസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലീഗൽ അപ്രോച്ച് ആണത്. ആ കുട്ടി എവിടെ? ഞാൻ പറഞ്ഞല്ലോ സാർ, വിടാൻ പറ്റില്ല. പിന്നെ എപ്പോ വിടും? വിടണോ വേണ്ടയോ എന്നുള്ളത് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. ഇക്കാലമാണ് താൻ ഈ പറയുന്നത്. സാറിനിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ സാർ ഇപ്പം നടത്തുന്ന ഈ ഇല്ലീഗൽ അപ്രോച്ച് എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഫയൽ തിരികെ തന്നില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറായി. ഇങ്ങനെ ഒരു ഭീഷണി വോയിസ് മെസ്സേജിലൂടെ താൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, 3 വട്ടം. ആ ഭവിഷ്യത്ത് എന്താണെന്ന് താൻ വിവേകിന് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്തു. ആരൊക്കെയായിരുന്നു കൂട്ടാളികൾ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് പോലീസ് സ്റ്റേഷനാ. എന്തെങ്കിലും തക്കിട തരികിട പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതുകയും വേണ്ട. ഒരു കൊലക്കേസാ തന്റെ പേരിൽ ചാർജ് ചെയ്യാൻ പോകുന്നത്. വിവേകിനെ കൊന്ന് കത്തിച്ചു കളയാൻ ആരൊക്കെയാ കൂടെ നിന്നത്? പറ. മുകളിൽ നിന്നൊരു ഫോൺ വിളിക്ക് ഏർപ്പാട് ചെയ്തിട്ട് സ്റ്റേഷനിലുള്ളവരെ മുഴുവൻ വകവരുത്തി കളയാമെന്ന പഞ്ചപുച്ഛവും മനസ്സിൽ നിറച്ച് വന്നു കയറുന്നവർക്കുള്ള സെഡേഷൻ ഡോസാ ഇപ്പൊ നിനക്ക് കിട്ടിയത്. ഇപ്പൊ ഏതാണ്ട് സുഖമായില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ, മനസ്സിലായോ? കർച്ചീഫ് എടുത്ത് മുഖം തുടച്ച് ആ ഫോണും എടുത്ത് വേഗം സ്ഥലം വിട്. ആ പിന്നെ എപ്പോ വിളിച്ചാലും ആ നിമിഷം ഇവിടെ ഹാജരാക്കണം. ശിവദാസിന് എന്തു പറ്റി? ഫോൺ കിട്ടുന്നില്ലല്ലോ. മോളെ, ഒരുപാട് തവണയായി ഞാൻ ശിവദാസിനെ വിളിക്കുന്നു, കിട്ടുന്നില്ല. എന്തു പറ്റിയോ ആവോ? എന്തിനാ അച്ഛനിപ്പോ ശിവദാസ് സാറിനെ വിളിച്ചത്? ഇപ്പോഴത്തെ അവസ്ഥയില് ശിവദാസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരാശ്വാസം ആവുമായിരുന്നു. എന്തിനാ അച്ഛാ ആ മനുഷ്യനെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? ശിവദാസ് സാറ് സ്വസ്ഥമായിട്ട് കഴിഞ്ഞോട്ടെ. ഏതൊരു പ്രശ്നത്തിനും സഹായവുമായിട്ട് ഓടിയെത്തുന്ന ആളല്ലേ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ശിവദാസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഞാനും വിളിച്ചിരുന്നു, സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. എങ്കിൽ ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? ഇക്കാര്യത്തിൽ ശിവദാസ് സാർ ഇടപെടുന്നതിൽ എനിക്കൊരു താല്പര്യവുമില്ല. ആ മനസ്സുകൂടി വിഷമിപ്പിക്കാവുന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മോളെന്താ അങ്ങനെ പറയുന്നത്? ശിവദാസ് നമുക്ക് അന്യനാണോ? അതുകൊണ്ടല്ല, സാറിന്റെ സാന്നിധ്യം കൊണ്ട് നീരജയ്ക്കൊരു അലോസരം ഉണ്ടാവണ്ട. ഇപ്പൊ തന്നെ മാനസികമായിട്ട് തകർന്ന നിലയിലാണ് അവള്.
ഈ പ്രശ്നങ്ങൾ ഓർത്ത് അച്ഛൻ മനസ്സ് വെറുതെ കലക്കണ്ട. കേസ് അതിന്റെ വഴിക്ക് നീങ്ങിക്കോട്ടെ. എന്ത് സംഭവിച്ചാലും അത് അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. ശരി, ശിവദാസ് സ്വയം അറിഞ്ഞു വരുന്നെങ്കിൽ വരട്ടെ. മോളെ, നീ എന്തിനാ ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കുന്നത്? അകത്ത് ചെന്നിരുന്നൂടെ? ഓരോന്നോർത്തിങ്ങനെ നിന്നതാ അമ്മ. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞതല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേന്ന്. അമ്മയെ കുറിച്ച് ഓർത്തിട്ട് എന്റെ സങ്കടം മുഴുവൻ. അതെന്തിനാ ഞാൻ ഇവിടെ ധൈര്യത്തോടെ നിൽക്കുന്നത് നിനക്ക് കണ്ടൂടെ? എനിക്ക് പകരം അമ്മ കഷ്ടപ്പെടാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ സ്ഥാനത്ത് വേറെ ഏതമ്മയായാലും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യൂ. മോൾ അതിനെ അങ്ങനെ കണ്ടാ മതി. ഈ കേസ് നമ്മളെയും കൊണ്ടല്ലാതെ പോകില്ല അല്ലേ അമ്മ? നിയമത്തിന് അതിന്റെ വഴിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യം സംഭവിച്ചു പോയി. ഇനി അതിൽ നിന്ന് കരകയറാനുള്ള കാര്യമേ ചിന്തിക്കാനുള്ളൂ. നിയമത്തിന് കണ്ണില്ല എന്നാ പറയുന്നത്. എന്നാലും നമ്മുടെ കാര്യത്തിൽ നിയമം കണ്ണു തുറക്കും. ആ വിശ്വാസമാണ് അമ്മയുടെ ധൈര്യവും. എന്നെ പ്രണയം നടിച്ച് ചതിച്ച് നശിപ്പിച്ച അവനെ കൊല്ലാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ വലിയ തെറ്റായിപ്പോയി. പുറത്തു വെച്ചായിരുന്നെങ്കിൽ ഇത് ചെയ്ത അമ്മ ഇതിൽ കുടുങ്ങില്ലായിരുന്നു. മോളെ, നീ ഇങ്ങനെയൊന്നും പറയാതെ. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? അവൻ കാരണം നമ്മുടെ കുടുംബത്തിന്റെ മേലെ വീണ കരിനിഴല് ഒരിക്കലും മാഞ്ഞു പോവില്ല അമ്മ. എന്റെ മാനം തിരിച്ചു കിട്ടണമെങ്കിൽ അവൻ എന്നോട് ആവശ്യപ്പെട്ടത് അമ്മയുടെ മുഴുവൻ സമ്പാദ്യമാ. അവനെ ഇല്ലാതാക്കാന്നല്ലാതെ ഞാൻ വേറെ എന്താ അമ്മ ചെയ്യാ? ഇനി അതൊന്നും ഓർത്ത് മോള് മനസ്സ് തകർക്കണ്ട. ഒരു കൊടു നീചനോടാ നീ അത് ചെയ്തത്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തു പോകും. അവനെ പോലെയുള്ളവർ ജീവിക്കാതിരിക്കുന്നത് തന്നെ ഈ ലോകത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇനിയും എത്ര പെൺകുട്ടികളോട് അവൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു. മോള് സമാധാനപ്പെടും. അമ്മ അവരെ അറസ്റ്റ് ചെയ്യോ? അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല മോളെ. വക്കീൽ സ്വാമിനാഥൻ സാറും അത് തന്നെയാ പറഞ്ഞത്. നമ്മളിനി എന്ത് ചെയ്യും? ഒരു സാഹചര്യത്തിലും നീ പതറരുത്. ധൈര്യം സംഭരിച്ച് നേരിടണം. അമ്മയ്ക്ക് അത് മാത്രമാ പറയാനുള്ളത്. ഞാനിവിടെ ഇല്ലാതാവുമ്പോ മറ്റുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മയുടെ കുറവ് മോള് നികത്തണം. മുത്തശ്ശന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തരുത്. അലോകിന്റെ കാര്യം അത് മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. അവന്റെ ശാഠ്യങ്ങളൊക്കെ നീ ക്ഷമയോടെ സഹിക്കണം. അവന്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു നിമിഷം പോലും അമ്മയെ പിരിഞ്ഞിരിക്കാത്ത കുട്ടിയാണ് അവൻ. എന്നെ കണ്ടില്ലെങ്കിൽ അവൻ വാശി പിടിച്ച് ചിലപ്പോ ബഹളം വെക്കും. അവനെ നീ അമ്മയെ പോലെ തന്നെ ആശ്വസിപ്പിക്കണം. കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ ഉറക്കണം. അമ്മ